പ്രിയപ്പെട്ടവരെ, ടീച്ചേഴ്സിന് ഇപ്പം കേട്ടിട്ട് അല്ലേ ബഹളാണ് അല്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് വന്നത്. ചിലവർക്കെങ്കിലും എന്നെ അറിയുന്ന വിചാരിക്കണം. ഞാൻ വേണു പുഞ്ചപ്പാടം, റിട്ടയർ ചെയ്ത DO ആണ്. നിങ്ങളുടെ ജില്ലയിലും പണിയെടുത്തിട്ടുണ്ട്. ഹനുമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാഷായിരുന്നു. ഇന്ന് കുറച്ച് നേരം കേട്ടിട്ട് പരീക്ഷയ്ക്ക് വരുന്ന മാത്സ്, ഈ ബോർഡൊന്ന് നോക്കി നോക്കൂ. ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളത്? പഠിപ്പിക്കാൻ പറ്റിയതല്ല, പഠിക്കാൻ പറ്റിയതാ. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാവും അല്ലേ? പഠിക്കുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? കണക്ക് പഠിക്കാൻ പറ്റിയില്ല, ഇത് മനസ്സിലുണ്ടാവുക. അപ്പോൾ നമ്മളാ മുമ്പിൽ കണ്ട് ഒരാളുടെ മുമ്പ് പോയിരുന്നാൽ, ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ കണക്ക് കൂടിയില്ല. കണക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങണം. നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ അത് ഭയങ്കര രസമാവും ചെയ്യും. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെറിയ നേരത്ത് പറയാനാണ് ശ്രമിക്കണം. കുറേ കണക്കുകൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് കണക്കുണ്ടാവില്ല കേട്ടോ. അതൊരു അബദ്ധായധാരണയാണ്, ഒരു പഴഞ്ചൻ വർത്താനം. അത് കണക്ക് ചെയ്ത് പഠിക്കുക അങ്ങനെയല്ല. പ്രോബ്ലംസ് ചെയ്യണം. പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത് എന്തിനാ? നമുക്കിത് ആവുണ്ടോ നോക്കാനാ. അതായിട്ടില്ലെങ്കിൽ എന്താ കാരണം? അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലവും കിട്ടും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് പ്രോബ്ലത്തിനെയും മറികടക്കാൻ പറ്റും. നമ്മൾ സംഖ്യകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടിട്ട് 1 ഞാൻ മനസ്സിലാക്കിയിടത്തോളം 5ാം ക്ലാസ് വരെയുള്ള കണക്കാണ് ചോദിക്കുക എന്നാണ്. അവിടെ നമ്മൾ സംഖ്യകളിൽ നിന്ന് വരിക. നമുക്ക് വളരെ പരിചയമുള്ള സംഖ്യകളാണ്. 1, 2, 3, 4, 5, 6. ഇതിനെ നമ്മൾ ആദ്യം കണ്ട സംഖ്യകളാണ്. ആദ്യം കണ്ട സംഖ്യകളെന്ന് പറഞ്ഞാൽ പൊതുവേ എണ്ണൽ സംഖ്യകളെ കുറിച്ച് പറയുക എന്താ വെച്ചാൽ, ഒരു ഗണിതശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടത്രേ, ഇത് ദൈവം തന്നാ. ബാക്കി സംഖ്യകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. എന്തർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു? ഇത് നമുക്ക് ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ ഉള്ള സംഖ്യകളാണ്. ഇതിനെ നമുക്ക് ഭയം കുറവാണ്. എന്താ ഭിന്ന സംഖ്യയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ലേശം ഭയം വേണേനി കിട്ടോ. എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്ര സൗഹൃദം ഭിന്നസംഖ്യകളായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. അത് ന്യൂനസംഖ്യകളിലേക്ക് പോകുമ്പോൾ അതിലേറെ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണൽ സംഖ്യകളെ എങ്ങനെ പോണ എണ്ണൽ സംഖ്യകൾ ഇതിനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ഒഴുക്ക് നമുക്കറിയാം. ഒഴുക്ക് ആദ്യം ഇതാ 1. ഇവരെ മാത്രം നമ്മൾ എടുത്തുകൊണ്ട് ഇതിൽ ചിലരെ നമ്മൾ ഒഴിവാക്കിയിട്ടോ, ചിലരെ ഒഴിവാക്കി ഇങ്ങനെ എഴുതിയാൽ അല്ലേ, ചിലരെ ഒഴിവാക്കി. ആരെ ഒഴിവാക്കിയവരിതാണ്. ഇവരെ നമ്മൾ ഒഴിവാക്കി. ഇതിനൊക്കെ നമുക്ക് പേരറിയാം. ഇത് ഒറ്റ സംഖ്യകളാണ്, ഇത് ഇരട്ട സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സും. ഇവിടെ ഇതൊരു വെറുതെ ഒരു താരതമ്യം ചെയ്യും. താരതമ്യം നമ്മൾ നോക്കില്ല. ആദ്യം നമ്മൾ എഴുതിയ എണ്ണൽ സംഖ്യകൾ, ഇതിൽ ഓരോന്നിൻ്റെ ഇരട്ടിയത് കണ്ടോ? എന്നാൽ ഇവിടെ എഴുതിയ സംഖ്യകളെ കുറിച്ച് പറയാച്ചാലോ, ഈ ചോട്ടിലെഴുതിയ ഇരട്ട സംഖ്യകളിൽ നിന്ന് എല്ലാറ്റിനും ഓരോന്നിങ്ങനെ കുറവാ. ഇന്ന് നമുക്ക് എന്തൊക്കെ പറയാം? 5ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? 10 ആണ്. 10ാമത്തെ ഇരട്ട സംഖ്യ 20. 15ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? 30. 50ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? 100. 50ാമത്തെ ഇരട്ട സംഖ്യ പറയാൻ നമുക്ക് എളുപ്പട്ടോ. 60ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? 120. 75ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? 150. ഒറ്റ സംഖ്യ ചോദിച്ചാലോ? 75ാമത്തെ ഒറ്റ സംഖ്യ ഏതാ ചോദിച്ചാലോ? ലേശം പെരുകുന്നുണ്ട് അല്ലേ? ഇനി 75 എത്രാമത്തെ ഒറ്റ സംഖ്യ ചോദിച്ചാലോ? അതിലേറെ പരിങ്ങി. ഈ പരിങ്കല് മാറ്റണം നമുക്ക്. 75ാമത്തെ ഒറ്റ സംഖ്യ ഏതാ?
75ാമത്തെ ഇരട്ട സംഖ്യ വേഗം നമുക്ക് കിട്ടും. 75ാമത്തെ ഇരട്ട സംഖ്യ 150. അപ്പോൾ 75ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 149. എപ്പോഴും നോക്കിയോളൂ, നമ്മൾ സംഖ്യകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ആദ്യം ഒറ്റയാണ്, പിന്നെ ഇരട്ട, പിന്നെ ഒറ്റ, പിന്നെ ഒരറ്റ, അങ്ങനെ 10ാമത്തെ ഒറ്റ സംഖ്യയാണ് ആദ്യം വരിക, പിന്നെ 10ാമത്തെ ഇരട്ട സംഖ്യ വരൂ. 10ാമത്തെ ഇരട്ട സംഖ്യ 20. എന്നാൽ 10ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 19. അപ്പോൾ 75 എത്രാമത്തെ ഒറ്റ സംഖ്യ എന്നറിയാൻ എന്താ ചെയ്യുക? 76 എത്രാമത്തെ ഒറ്റ സംഖ്യ? 38ാമത്തെ. അപ്പോൾ 75 38ാമത്തെ ഒറ്റ സംഖ്യ. പല പ്രോബ്ലത്തിലും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. നമുക്കെന്താ വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ നമ്മളത്തെ എല്ലാം ഉണ്ടാവണം. അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, എല്ലാം ഇല്ലേന്ന് നോക്കിയിട്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അപകടം കൂടും. ഇപ്പോൾ ചിലവരൊക്കെ ഈ വെള്ളമാണ് അടുപ്പത്ത് വെച്ച് ഇതാണ് തിളച്ചാലാ എവിടെ ഇപ്പോൾ പഞ്ചസാര ഇരിക്കണേ, അപ്പോൾ ആകെ പാച്ചിലായി. അങ്ങനെയല്ല വേണ്ട, ഇതെല്ലാം റെഡിയായി. കണക്കിലും അങ്ങനെ കേട്ടോ വേണ്ട. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുക വെച്ചാൽ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ നോക്കി, ആ സാധനങ്ങൾ ഇല്ലേ നോക്കൽ ഒരു പഠിപ്പാ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം അടുപ്പത്ത് വയ്ക്കേണ്ടത്. ഇത് നമ്മളെ മനസ്സിൽ ഉണ്ടാവച്ചാൽ ആവശ്യമായ സാധനങ്ങൾ, ഒരു പശ്ചാത്തലം. മാത്സിൽ കേട്ടിട്ട് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഓരോ ചോദ്യത്തിനാകുമ്പോഴേ നമുക്ക് വേണ്ടി വരും. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നോക്കൂ. പശ്ചാത്തലം ഉണ്ടാക്കി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഇത്തരം ബന്ധങ്ങൾ നമുക്കറിയണം. കുറച്ച് സ്പീഡിൽ പറയണത് എന്താ വെച്ചാൽ കുറച്ച് നേരം കൊണ്ട് കുറച്ചധികം കാര്യം പറയാൻ പറ്റുമെന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ എഴുതിപ്പോണൊരു ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ എഴുതിപ്പോയി ഓട്ട് നമ്പേഴ്സ് ഒറ്റ സംഖ്യയിൽ നിന്ന് എഴുതി 1, 3, 5, 7, 9 ഇങ്ങനെ എഴുതിപ്പോയാൽ ഇതിൽ 100ാമത് ഏതാ എഴുതുക നമുക്ക് വേഗം പറയാൻ പറ്റണം. 100ാമത് ഏതാ എഴുതാൻ നോക്കിച്ചാൽ 100ാമത്തെ ഇരട്ട ഏതാ എന്ന് ഓർമ്മ ഉണ്ടായാൽ മതി, 200. അപ്പം 100ാമത്തെ ഒറ്റ 199. ഇത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ വരി ഇരട്ടി നമ്മൾ വേഗം ഒപ്പിക്കാം. 100ാമത്തെ ഏതാ വെച്ചാൽ 200 പറഞ്ഞാൽ മതി. 1000ാമത്തെ ഇരട്ട സംഖ്യ ഏതാ വെച്ചാൽ 2000 എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ 1000ാമത്തെ ഒറ്റ ചോദിക്കുമ്പോഴാണ് നമ്മൾ കുഴപ്പത്തിലാവുക. 1000ാമത്തെ ഇരട്ട 2000 വെച്ചാൽ 1000ാമത്തെ ഒറ്റ 1999. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. ഇനി ഇതിൽ വേറൊരു സാധനമുണ്ട്. ഇപ്പം ഇതിൽ 10 എഴുതിയിട്ടുണ്ട് എണ്ണ സംഖ്യകൾ. ഏറ്റവും അടിയിൽ 10 ഇരട്ട സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഈ 10 കൂട്ടിയാലാ ഈ 10 കൂട്ടിയാലാ വലിപ്പം ഉണ്ടാവുക? ഏതാ അധികം ഉണ്ടാവുക? ഒരു അംശമില്ലല്ലോ, കണ്ടാൽ തന്നെ അറിയില്ലേ. ആദ്യത്തെ വരിയിലെ 10 കൂട്ടിനേക്കാൾ രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റ് വരി തേർഡ് റോയിലുള്ള ഇരട്ട സംഖ്യകളുടെ 10 കൂട്ടിയാൽ ഉറപ്പായിട്ടും ഇതിനാവും വലിപ്പം. വലിപ്പം ഇതിനാന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് എത്രയാണോ കൂട്ടിയാൽ കിട്ടണത് അതിൻ്റെ ഇരട്ടി ഇത് വരും. ഇത് കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? ആദ്യത്തെ 10 കൂട്ടിയാ, ആദ്യത്തെ 10 എണ്ണസംഖ്യകൾ കൂട്ടിയാ പഠിച്ചു വെക്കണം. ഇതിങ്ങനെ ഇരുന്ന് കൂട്ടാൻ പറ്റുമോ? ഈ പരീക്ഷ പറഞ്ഞാൽ എന്താ, ഒരു കുഴപ്പക്കാരാ. പരീക്ഷയ്ക്ക് പഠിക്കലേ പോറാട്ടോ. നമുക്കും കുട്ടികൾക്കൊക്കെ പോറാ. പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ രസാ, പക്ഷെ ഈ പരീക്ഷയ്ക്ക് പഠിക്കൽ മഹാ പോറാ. അപ്പോൾ ഇത് ഒക്കെപ്പാടെ കൂട്ടുവെച്ചാൽ നമുക്ക് വേണമെങ്കിൽ 1, 2, 3, 3, 6, 4, 10, 5, 15 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടാം. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലത്തിൽ എത്തിച്ചാൽ ഇതൊക്കെ പാടെ കൂട്ടാൻ നമുക്കൊരു വഴി അറിയണം. ഇതൊക്കെ പാടെ കൂട്ടാനുള്ള വഴി, ആദ്യത്തെ വരി, ആദ്യത്തെ 10 സംഖ്യകൾ കൂട്ടാൻ എന്താ ടെക്നിക്? പലതും ഇതിൽ പറയാണ്ട്, മുഴുവനൊന്നും പറയുന്നില്ല. ഇപ്പോൾ എന്താ ഇതിൻ്റെ ഈ അറ്റോ ആ അറ്റോ കൂട്ടിയാ ഒപ്പാ 1 10, 11, 2 9, 3 8, 4 7, 5 6 ഒക്കെ 11. ഈ 11 ഉള്ള 5 ജോഡി ഉണ്ടാക്കി ഇപ്പോൾ. അപ്പം 5 11 55. ഇതിൻ്റെ ടോട്ടൽ 55 വരിക. ഇതിന് നേരെ ഇരട്ടി വരുന്നത് 110. 110 വരും. ഇനി ഇത് വേണമെങ്കിൽ പറയാം, ഇത് 100 വരിക. എന്താ ഇത് 100 വരിക യുക്തി? ഇതിൻ്റെയൊക്കെ പകുതിയല്ലേ? നോക്കി നോക്കൂ, 2 അല്ല ഓരോന്ന് കുറവല്ലേ?
ലാസ്റ്റ് വരി 110 കിട്ടുവെച്ചാൽ ഇന്നൊക്കെ ഓരോന്ന് കുറവാ. അപ്പൊ 10 പ്രാവശ്യം 1 കുറഞ്ഞു, അപ്പൊ ആകെ 10 കുറഞ്ഞു. ഇത് 110 100. അപ്പൊ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ കൂട്ടാൻ 55 കിട്ടിയത് ഒരു വഴി ഞാൻ പറഞ്ഞു. ഇനി അതൊന്ന് ഷോർട്ടാക്കിയിട്ട്, മാത്സിൽ എന്താ ഷോർട്ട് ഹാൻഡാ, അതാണ് അൽജിബ്ര. അതിങ്ങോട്ട് ഷോർട്ടാക്കി പറയണം. ഷോർട്ടാക്കി പറയുമ്പോൾ ആദ്യത്തെ 10 സംഖ്യകൾ കൂട്ടാൻ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 10. അത് കഴിഞ്ഞു വരുന്ന നമ്പർ എത്ര? 11. 11. ഇതെത്ര? 110. ഇതിന്റെ പകുതി എത്ര? അതാണ് 55. ആദ്യത്തെ 10 സംഖ്യകൾ കൂട്ടിയപ്പോ ഏറ്റവും വലിയ നമ്പറിനേക്കാൾ തൊട്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 11 110, അതിന്റെ പകുതി 55. ഇനി ആദ്യത്തെ 20 ഉണ്ടെങ്കിലോ, 20 സംഖ്യ ഉണ്ടെങ്കിലോ, അപ്പൊ 20 × 21 അതിന്റെ പകുതി. 20 × 21ന്റെ പകുതി കാണാൻ ഈ എന്താ പറയുക, പഠിപ്പിക്കുമ്പോൾ നമ്മളെന്താ പഠിപ്പിക്കുക? 20 × 21/2. വേണ്ട, നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ 20 × 21ന്റെ പകുതി 10 × 21 എന്ന് പറയും. 20 × 21ന്റെ പകുതി 10 × 21. ഇതിന്റെ പകുതി എത്രയോ വെച്ചാലോ 5 × 21. പിന്നെ ഭിന്നസംഖ്യവും. ഓ 25 കൊണ്ട് ഇപ്പോ ഒരു 80-നെ അല്ലെങ്കിൽ ഒരു 88-നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ വിചാരിക്കുക ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഒന്നാമത് ഈ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പേടിയാ. എനിക്ക് പേടിയുണ്ടേ. ഇതിങ്ങനെ ചോടക്കിട്ടിട്ട് ഇങ്ങനെ ഇതാവുമ്പോൾ ഏതെങ്കിലും തെറ്റോ എന്നുള്ള തോന്നലൊക്കെ വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യണേ ഞാൻ കാണിച്ചു തരാം. ഇതാ ആദ്യം 8800 എഴുതും, പിന്നെ 4400 എഴുതും അതിൻ്റെ പകുതി, പിന്നെ അതിൻ്റെ പകുതി എഴുതും. ഇതാണ് ആൻസർ. എന്തിപ്പോൾ ചെയ്താൽ മനസ്സിലായോ? 88-നെ 25 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ 88-നെ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തു. അതിക്ക് എളുപ്പാ. 88-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതാ കിട്ടുക. അതിൻ്റെ പകുതി എടുത്താൽ 88-നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താവും. അതിൻ്റെയും പകുതി എടുത്താൽ 88-നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പഠിക്കണമെന്ന്. പഠിച്ചാൽ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ കയ്യിലാക്കി വെക്കും. ഇപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 8 കൊണ്ട് ഹരിക്കണം വെക്കുക. ഇപ്പോൾ 600-നെ 8 കൊണ്ട് ഹരിക്കണം. എന്ത് ചെയ്യണ്ടു? 300, 150, 75. 8 കൊണ്ട് ഹരിച്ചു. 75. എന്ത് ചെയ്ത് 8 കൊണ്ട് ഹരിക്കണ്ട്. ആദ്യം പകുതിയാക്കിയപ്പോൾ അർത്ഥം എന്താ? 2 കൊണ്ട് ഹരിച്ചു. അതിൻ്റെയും പകുതിയാക്കി, അപ്പൊ 4 കൊണ്ട് ഹരിച്ച ഫലമായി. അതിൻ്റെയും പകുതിയാക്കി 8 കൊണ്ട് ഹരിച്ച ഫലമായി. ഇതൊക്കെ ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മളിത് എന്താ മറക്കൂട്ടോ. ഇങ്ങനെ ഈ സൂത്രവാക്യം പോലെ, ഫോർമുല പോലെ ഒന്നും ഇത് വെക്കരുത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കണം. നമുക്ക് ചില സ്കൂളിൽ പോയാൽ മാത്രമേ കണക്ക് ആവശ്യമുള്ളൂ. എവിടെയെങ്കിലും കണക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും. അപ്പൊ നമുക്ക് കുട്ടികളോട് സംസാരിക്കുമ്പോഴും അതെ, അവരോട് ഇതൊക്കെ പറയാൻ തോന്നും. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മളിത് കാണുമ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അത് ഓർമ്മ ഇല്ലെങ്കിൽ മറക്കു വെച്ചിട്ടാ അപ്പൊ തന്നെ പറഞ്ഞു. ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ഏതിരിക്കാ വന്ന് ആദ്യത്തെ 10 സംഖ്യകൾ കൂട്ടാൻ, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ കൂട്ടാൻ 10 × 11 110. നേരത്തെ പറഞ്ഞല്ലോ ഈ ഒന്നാമത്തെ വരിയുടെ ഇരട്ടിയാണ് ഇതൊക്കെ എന്ന്. അപ്പോ ഏറ്റവും മൂന്നാമത് എഴുതിയ വരിയിലെ 10 സംഖ്യകൾ കൂട്ടാൻ എന്ന് വെച്ചാൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ കൂട്ടാൻ ആണ്. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ കൂട്ടാൻ 10ാമത്തെ ഇരട്ട സംഖ്യ
ആദ്യത്തെ 10 ആണെങ്കിൽ 10ാമത്തെ 20 ആവുമല്ലോ. ഇതോരോന്നും ഇങ്ങനെ വെച്ച് കൂട്ടാട്ടോ. വെച്ച് കൂട്ടതിനേക്കാൾ എളുപ്പം എന്താ, ആദ്യത്തെ 10 ഇരട്ടസംഖ്യകൾ കൂട്ടിയാൽ ഇതാ കിട്ടുക. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ കൂട്ടണേൻ്റെ ഇരട്ടി 110. അപ്പം ആദ്യത്തെ 10 ഇരട്ടസംഖ്യകൾ കൂട്ടാൻ എന്താ വേണ്ടു? 10 × 11 ഷോർട്ടാ 110. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാം. ഈ അറ്റങ്ങൾ കൂട്ടിയൊക്കെ 22 ആവും. 2 20, 4 18, 6 16, 8 14, 10 12. ജോഡികൾ പിടിച്ചാൽ 5 ജോഡി 5 ജോഡി 22. 5 × 22 പറഞ്ഞാൽ 10 × 11. അയ്യോ, ഇതിൻ്റെ പകുതി ഇത്. ഇനി ഒറ്റ സംഖ്യകൾ ഭയങ്കര തമാശയാണ്. ഒറ്റ സംഖ്യകളുടെ തമാശ ഭയങ്കര കേട്ടോ. വിരകളൊക്കെ കേമ. ഒറ്റ സംഖ്യകൾ ആദ്യത്തെ 10 കൂട്ടിയപ്പോൾ എന്താ കിട്ടി? 100. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒറ്റ സംഖ്യകൾ ആദ്യത്തെ മാത്രം എടുത്താൽ 1. ഇനി ഈ 2 കൂട്ടി നോക്കൂ. 2 കൂട്ടി നോക്കൂ 4. 3 കൂട്ടി നോക്കൂ 9. 4 കൂട്ടി നോക്കൂ 16. 5 കൂട്ടി നോക്കൂ. ഇനി ഞാൻ നോക്കണില്ല, കൂട്ടി നോക്കണില്ല, 25 ആണ്. 6 കൂട്ടി നോക്കൂ 36. 7 കൂട്ടി നോക്കൂ 49. 8 കൂട്ടി നോക്കൂ 64. 9 കൂട്ടി നോക്കൂ 81. 10 കൂട്ടി നോക്കിയാ 100. ലിങ്ക് കിട്ടിയോ? ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുക 10 സ്ക്വയർ. ആദ്യത്തെ 25 ഒറ്റ സംഖ്യ കൂട്ടിയാലോ? ആദ്യത്തെ 25 ഒറ്റ സംഖ്യ കൂട്ടിയാൽ എത്ര കിട്ടുക? 625. അവിടെ 25ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 25ാമത്തെ ഒറ്റ സംഖ്യ 25ാമത്തെ ഇരട്ട ഏതാ? 50. അപ്പൊ 25ാമത്തെ ഒറ്റ ഏതാ? 49. അപ്പൊ ആദ്യത്തെ 25 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുക 25 സ്ക്വയർ. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 10,000. 100 സ്ക്വയർ. ആദ്യത്തെ 100 ഒറ്റ സംഖ്യ 100ാമത്തേതാ? 199. അപ്പോൾ 1 മുതൽ 199 വരെയുള്ള സംഖ്യകൾ കൂട്ടാൻ എന്തെളുപ്പാ? 1 മുതൽ 217ാമത്തെ വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ, ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടിയാൽ ചോദിച്ചാൽ എന്താ ചെയ്യുക? 1 3 5 7 അങ്ങനെ എഴുതി 217 വരെ. അപ്പം 217 എത്രാമത്തേന്ന് കണ്ടുപിടിക്കേണ്ട ഒരു പണിയുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? നേരത്തെ പറഞ്ഞല്ലോ, 218 എത്രാമത്തെ ഇരട്ട സംഖ്യയെ? 109ാമത്തെ. അപ്പം 217 എത്രാമത്തെ ഒറ്റ സംഖ്യയെ? 109ാമത്തെ. അപ്പം 109ാമത്തെ ഒറ്റ സംഖ്യയാണ് 217 എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തേ വേണ്ടു? ഒക്കെ പടം കൂട്ടി എത്ര കിട്ടുക? 109 സ്ക്വയർ. 109 109 ഗുണിച്ചാൽ മതി. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് എപ്പോഴും എല്ലാ പ്രോബ്ലത്തിൽ നിന്നുള്ള പോലെ ഇതൊക്കെ ആവശ്യം വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കൂട്ടി സെറ്റ് ചെയ്ത്, കുട്ടികളതല്ലേ പറയുക പുതിയ ഭാഷ, അതാ സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ നമ്പറുകളുടെ എണ്ണലൊരു പ്രധാന പ്രശ്നമാണ് കേട്ടോ. എണ്ണലും കൂട്ടലും എണ്ണലും കൂട്ടലുമാണ് പ്രധാനമായിട്ട് നമുക്ക് പ്രൈമറി തലത്തിൽ നമ്മൾ റെഡിയാക്കേണ്ടത്. രണ്ട് സാധനം കേട്ടോ, എണ്ണലെ കൂട്ടല്. ഈ കൂട്ടലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ 3 അക്ക സംഖ്യ 2 അക്ക സംഖ്യ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കണം. അപ്പം ഞാൻ ചെറിയൊരു ഇത് ചോദിക്കാം. ഇപ്പോൾ ഒരു 5 ആളുണ്ട്. 5 ആളുണ്ട് ഒരു ബെഞ്ചുമിൽ ഇരിക്കുകയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ബെഞ്ചുമിൽ ഇങ്ങനെ ഇരിക്കാൻ, ഇപ്പോൾ ബെഞ്ചൊന്നല്ല, ഇപ്പോൾ സ്കൂളൊക്കെ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബെഞ്ചുമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുമല്ലോ കുട്ടികളെ. ഇപ്പം ഈ സ്ഥലം മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഒരു പക്ഷേ ചീത്ത ഇട്ടുണ്ടാവുക അന്ന് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഈ സ്ഥലം മാറി ഇരുന്നാൽ ഭയങ്കര ചീത്ത പറയും. അപ്പോൾ നമുക്ക് ടീച്ചർമാരോട് ചീത്ത പറഞ്ഞു, ഇതെന്തപ്പോൾ ഒന്ന് സ്ഥലം മാറി ഇരുന്നാൽ മതി.
പക്ഷെ പിന്നെ കണക്കൊക്കെ പഠിച്ചപ്പോഴാണ് ഈ സ്ഥലം മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, ഇത് 5 ആളെ വയ്ക്കുക. ഈ 5 ആൾക്ക് ഒരു ബെഞ്ചുമിലിരിക്കണം. ഇവർക്ക് എത്ര രീതിയിൽ ഇരിക്കാൻ പറ്റും? സ്ഥലം മാറി ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ മാറിയിരിക്കുക. ഇപ്പോൾ ഇതിപ്പോൾ സൗകര്യത്തിന് 1, 2, 3, 4, 5 എന്ന് കരുതുക. ഇപ്പൊ ഏറ്റവും ഇടതുഭാഗത്തിരിക്കുന്നത് 1ആണ്, വലതുഭാഗത്തിരിക്കുന്നത് 5ആണ്. ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കുക വെച്ചാൽ എത്ര രീതിയിൽ ഇരിക്കാൻ പറ്റും? നമ്മൾ വിചാരിക്കണേക്കാട്ടിലൊക്കെ അധികം രീതിയിൽ ഇരിക്കാൻ പറ്റും. പരമാവധി ഇപ്പോ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ഒരു 25 കഴിയും അല്ലേ? 120 രീതിയിൽ ഇരിക്കാൻ പറ്റും. ഞെട്ടിയില്ലേ? അല്ലെങ്കിൽ ഞെട്ടിക്കോളൂ. ഇതൊക്കെ ഞെട്ടാതിരിക്കാരാ? ഇത് പഠിക്കാത്തൊരു ഞെട്ടും. ഞെട്ടുക മാത്രമല്ല, അതിന് ഭയങ്കര ആവേശമുണ്ട്. 120 രീതിയിലൊക്കെ ഇരിക്കാൻ പറ്റും. അതിന്റെ മറ്റൊരു മലയാളം, ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സംഖ്യകൾ എഴുതുക. ഈ 5 അക്കം ഉണ്ടാവണം, 5 അക്ക സംഖ്യകൾ ഉണ്ടാവണം. 120 സംഖ്യകൾ എഴുതാൻ പറ്റും. 120 എണ്ണം. അതിങ്ങനെ പറഞ്ഞു പോവാച്ചപ്പോ ഈ ഒന്നെ ഇവിടെ നിർത്തുക. ഇപ്പൊ ഈ 2നെയും 3നെയും ഇവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ ഇവരൊന്നും അങ്ങോട്ട് കൂടെ മാറ്റിയാൽ ചെറിയൊരു മാറ്റം വരുത്തിയ ഒരു സംഖ്യ കിട്ടിയില്ലേ? ഇപ്പൊ ഈ 1നെ വലതുഭാഗത്ത് നിർത്തിയിട്ട് നമുക്ക് 125 കൊണ്ട് അടിച്ചാൽ എന്താ കിട്ടുക? 24 സംഖ്യകൾ എഴുതാൻ പറ്റും. വലതുഭാഗത്ത് 1നെ മാത്രം നിർത്തുക, 24 എഴുതാൻ പറ്റും. അതേപോലെ 2നെ വലതുഭാഗത്ത് നിർത്തിയിട്ടും 24 പറ്റും. അങ്ങനെ ഓരോ അക്കത്തിനെയും വലതുഭാഗത്ത് നിർത്തിയിട്ട് ഇടതുഭാഗത്ത് നിർത്തിയിട്ട് നമുക്ക് 24 എഴുതാൻ പറ്റും, 120 എഴുതാൻ പറ്റും. ഇത് ഒരു പാറ്റേണാ. ഇത് 4 ആളെയും ലൂച്ചാലോ? 24 രീതിയിൽ അല്ലെങ്കിൽ 24 സംഖ്യകൾ എഴുതാം. അല്ലെങ്കിൽ 4 ആളൊരു ബെഞ്ചിൽ ഇരിക്കണമെങ്കിൽ സ്ഥലം മാറി അങ്ങോട്ട് കൊണ്ടിരുന്നാൽ 24 രീതിയിൽ ഇരിക്കാൻ പറ്റും. എന്നാ 3 ആളെയും ലൂച്ചാലോ? 3 ആളെയും ലൂച്ചാൽ 6 രീതിയിൽ ഇരിക്കാൻ പറ്റും. ഇപ്പൊ ആരാ നടുക്കില്? 2. ഈ നടുക്കിലിനെ 2നെ നമുക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് എഴുതിക്കോടെ? ഇനി നടുക്കിൽ 1 ആക്കുക. നടുക്കിൽ 1 ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് എഴുതിക്കോടെ? ഇനി നടുക്കിലിനെ 1 ആക്കിയിട്ട് ഇത് എഴുതിക്കോടെ? ഇനി നടുക്കിൽ ആരാ വരാത്ത? ഈ നടുക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ എഴുതിക്കോടെ? ഈ നടുക്കിൽ ഇയാളെന്നെ നിർത്തിയിട്ട് ഇത് ഇങ്ങനെ എഴുതിക്കോടെ? പാർണായി. അപ്പൊ 3 ആളാണ് ഒരു ബെഞ്ചിൽ ഇരിക്കണ വെച്ചാൽ അവർക്ക് 6 രീതിയിൽ ഇരിക്കാം. 4 24 രീതിയിൽ ഇരിക്കാം. ഇനി 2 ആളെയും ലൂച്ചാൽ 2 രീതിയിൽ ഇരിക്കാൻ പറ്റൂ കേട്ടോ. ആകെ 2 ആളെയും ലൂച്ചാൽ ഇപ്പോൾ 1ഉം 2ഉം മാത്രമായി ഇരിക്കണ വെച്ചാൽ 2 രീതിയിൽ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ 1ന്റെ വലതുഭാഗത്താണ് 2 ഇരിക്കണത്. ഇനി വേണമെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാണ് മാറിയിരിക്കാം. 2 രീതിയെ പറ്റൂ. അപ്പോൾ 2 ആളാവുമ്പോൾ 2 രീതി, 3 ആളാവുമ്പോൾ 6 രീതി, 4 ആളാവുമ്പോൾ 24 രീതി, 5 ആളാവുമ്പോൾ 120 രീതി. ഇതിന്റെ റിലേഷൻ കണ്ടു നിങ്ങൾ? 2 ആളാവുമ്പോൾ 2 രീതി, 3 ആളാവുമ്പോൾ 3 × 2 രീതി. വേണമെങ്കിൽ ഒരു ചന്തത്തിന് ഇങ്ങനെ പറയാം, ഒരു 1 ഇട്ട് കൊടുക്കാം. 4 ആളാവുമ്പോൾ എത്ര രീതിയാ? 4 × 3 × 2 × 1 രീതി. 5 ആളാവുമ്പോൾ എത്ര രീതിയാ? 5 × 4 × 3 × 2 × 1. ഇനി 10 ആളാ ഒരു ബെഞ്ചിൽ ഇരിക്കാൻ വെച്ചാലോ? തിരക്കിയിട്ട് എത്ര രീതിയിൽ ഇരിക്കാൻ വെച്ചിട്ടാ? അത് വേണമെങ്കിൽ വിളിക്കുകയോ ചെയ്യാം. എത്ര വെച്ചിട്ടാ? 10 × 9 × 8 × 7 × 6 × 5 × 4 × 3 × 2 × 1. വലിയൊരു നമ്പറാ. അതാണ് സംഖ്യകളുടെ ചില കൂട്ടൽ. ഇതൊക്കെ ഒരു തരം കൂട്ടലാട്ടോ.
ഇതൊക്കെ ഒരു തരം കൂട്ടല. ഇനി ഇതിലല്ലാതെ എന്താ തരം വേറൊരു സന്ദർഭം പറയാം. ഇപ്പോ ഒരു 4 രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുമ്പോൾ 4 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പൂളില് 4 രാജ്യങ്ങളുണ്ട്. ഇതിന്ന് ഒരാൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എന്തെങ്കിലും എത്തുന്നു വെക്കുക. അങ്ങനെ 8 പൂളുണ്ടെങ്കിൽ 32 രാജ്യങ്ങളുണ്ടെങ്കിൽ 8 പൂളുണ്ട്, ഒരാൾ ക്വാർട്ടറിലേക്ക് എത്തും. അപ്പൊ ഇതില് ഓരോ രാജ്യങ്ങളും മറ്റു 3 രാജ്യങ്ങളായിട്ട് ഓരോ കളിയാ. ആകെ എത്ര കളി ഉണ്ടാവും? ഓരോ രാജ്യത്തിനും 3 കളി കളിക്കണല്ലോ. അപ്പൊ നമുക്ക് തോന്നുന്നത് എത്രേ? 4 രാജ്യം ഉണ്ടല്ലോ, 4 3 12 കളി. 12 കളി ഉണ്ടാവില്ല കേട്ടോ. 12 കളി ഉണ്ടാവില്ല. എന്താ? എ എന്നുള്ള രാജ്യം ബി സി ഡിയോട് കളിക്കും, എ എന്നുള്ള രാജ്യം ബിയോട് കളിക്കും, സിയോട് കളിക്കും, ഡിയോട് കളിക്കും. ഇനി ബി എന്നുള്ള രാജ്യമോ എയോട് കളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ബി സിയോടും ബി ഡിയോടും കളിച്ചാൽ മതി. ഇനി സി എത്തുമ്പോഴേക്കോ സി എയോടും കളിച്ചു കഴിഞ്ഞു, ബിയോടും കളിച്ചു കഴിഞ്ഞു. ഇനി സി ഡിയോട് മാത്രം കളിച്ചാൽ മതി. ഇനി ഡി ഇപ്പൊ എല്ലാവരോടും കളിച്ചു കഴിഞ്ഞു. ഇപ്പൊ എത്ര? 3 2 1. 3 2 5 1 6 കളിയെ വരും. 4 രാജ്യങ്ങളാണ് ഒരു പൂളിൽ വെച്ചാൽ 6 കളികളെ വരും. 4 രാജ്യങ്ങളാണെങ്കിൽ 3 + 2 + 1. 10 രാജ്യങ്ങളുണ്ടെങ്കിലോ 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1. നേരത്തെ പറഞ്ഞ സാധനേ അല്ലത്. അപ്പൊ ഈ കൂട്ടുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സാധനമല്ല, അതിന് പല വേർഷനുണ്ട്. ആ വേർഷൻ അറിയുമ്പോഴാണ് നമ്മൾ കൂട്ടലിലേക്ക് കൂടുതൽ അടുത്തു വരണത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ആലോചിക്കാം. നിങ്ങളോട് ചോദിക്കണം കേട്ടോ, ചെറിയ ചെറിയ സാധനം. 27 × 37 എത്രയൊന്നും പറയണ്ട, ഉത്തരമൊന്നും പറയണ്ട, ചോദ്യം എത്രയേ ഉള്ളൂ. 25 എന്നാക്കി ഞാൻ 25 × 39. ഇതിന് 2 കുറച്ചു, അതിന് ഇതിന് 2 കൂട്ടി. ഇതിന്റെ ഏതാ ഇതിന് വലുത്? ഇതിന്റെ ഉത്തര വലുത്? ഇതിന്റെ ഉത്തര വലുത്? ഒപ്പാന്ന് പറയാൻ തോന്നുന്നുണ്ട് അല്ലേ? തോന്നരുതിട്ടോ. ഒപ്പല്ല. ഒപ്പാന്ന് പറയാൻ തോന്നുന്നുണ്ടോ? 2 ഇവിടെ കുറച്ചു, അതിനിവിടെ 2 കൂട്ടി, ശരിയായല്ലോ. ഒപ്പായിരുന്നു. എങ്ങനെ വെച്ചാൽ ഇതിന്റെ ഇടയിലെ സിമ്പൽ പ്ലസ് എന്നാണെങ്കിൽ ഒപ്പാവുമായിരുന്നു. 27 + 37, 25 + 39 ഒരേ ഉത്തര. പക്ഷേ ഇത് അപകട. ഒപ്പാ പറയണത്, ഒപ്പല്ല. എന്നാ ഏതാ വലുത്? ആർക്കെങ്കിലും തോന്നിയോ? ഈ 27 × 37 എന്ന് പറഞ്ഞപ്പോ 37 വിഡ്ത്തും 27 ഹൈറ്റും പറഞ്ഞൊരു ചതുരാന്ന് തോന്നിയോ? 37 × 27 ചതുരെന്നതിനെ തോന്നിയോ? തോന്നിയ കേമായി. തോന്നണം. ഈ നമ്പറുകൾ വെറുതെ നമ്പറുകളായിട്ട് മാത്രം തോന്നിയാൽ അതിന് ജീവല്ല. ഇത് 37 27 ചതുര, ഇത് 39 25 ചതുര. ഏതിനാ ഏരിയ കൂടുതലെന്നാ ചോദ്യം. ഇതിൽ ഏതാ വലുത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതിനാ ഏരിയ കൂടുതലെന്നാ ചോദ്യം. ഏതിനാ? ഏതെങ്കിലും ആവട്ടെ. ഞാൻ ഒന്നും കൂടി ചെയ്യാണ്. ഇതിൽ 27 × 37 വരെ ഞാൻ ഇത് കൂടെ ഇത് 28 ആക്കി.
ഇതൊന്നും അതിന് കുറച്ചു, ഇത് കൂടെ ഒന്ന് കൂട്ടി, ഇതൊന്നും കുറച്ചു. ആ കുഴപ്പമില്ലേ? ഇപ്പൊ ഇതിലേതാ വലുത്? ഞാൻ ഇനി ഇത് കൂടെ ഒന്ന് കൂട്ടി, ഒന്നും കൂടി കുറച്ചു. ഇപ്പോഴൊക്കെ നോക്കിക്കോളൂ കേട്ടോ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 64. എത്ര കിട്ടണേ? 64 കിട്ടണത്. ഇതെല്ലാം ഇത് രണ്ടും കൂട്ടി 64, ഇത് രണ്ടും കൂട്ടി 64, ഇത് രണ്ടും കൂട്ടി 64, ഇത് രണ്ടും കൂട്ടി 64. ഇതിലിപ്പോ ഏതാ വലുത്? ഇനി ഞാൻ ഇത് കൂടെ ഇതൊരു 30 ഇതൊരു 34. ഞാൻ ഇതിനെ വലുതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചും കൂടി വലുതാക്കുക. 31 33 വലുതാക്കിക്കൊണ്ടിരിക്കുക വലുതാക്കിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ ഒന്നും കൂടി വലുതാക്കാൻ പോവാണ്. ഇത് ഒന്ന് കൂട്ടി, ഒന്ന് കുറച്ചു, 32 × 32 ഇപ്പൊ എഴുതിയതില് ഏറ്റവും വലിപ്പമുള്ളതാവും. ചതുരാന്നുള്ള തോന്നല് തോന്നിയ ആൾക്ക് ഇത് ഈ ചതുരം വിശേഷപ്പെട്ട ചതുര, സമചതുര, സ്ക്വയറായി. ഇതിനാവും ഏറ്റവും വലിപ്പം. നിങ്ങൾ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളി. ഈ നമ്മളിങ്ങനെ പോവുമല്ലോ, ഈ സ്ക്വയർ ഷേപ്പിലുള്ള സ്ഥലത്തിന് വില നല്ല വരുമല്ലോ. നമ്മളെന്താ നോക്കണം, ഭംഗി മാത്രമേ പറയുള്ളൂ. അതിൽ ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ മാത്തമാറ്റിക്കലി അതിന് കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഒരേ ഏരിയ 10 സെൻറ്റ് സ്ഥലം, 10 സെൻറ്റ് സ്ഥലത്തിൽ എന്താ സ്ക്വയർ ടൈപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ മതിൽ കിട്ടുമ്പോൾ നമുക്ക് അതിന് ലാഭം കിട്ടും. ഞാൻ പറയുക, ചുറ്റളവേ സ്ക്വയർ ആവുമ്പോൾ ഏറ്റവും കുറയും. അപ്പോൾ അതാണ് ഈ സ്ക്വയർ ടൈപ്പിന് ഇത്ര വില വരുന്നത്. ഇപ്പം ഇതിൽ ഇതാണ് ഏറ്റവും വില. ഇവിടെ എല്ലാം കൂട്ടി 64. ഇതിൻ്റെ എല്ലാ ചതുരത്തിൻ്റെയും പണ്ട് നമ്മൾ പറയുക നീളോ വീതി. ഇപ്പോൾ വാക്കൊന്നും മാറ്റിയിട്ടുണ്ടല്ലേ ടെക്സ്റ്റ് ബുക്കിൽ. ഈ നീളം എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട വെച്ചിട്ടാ വിഡ്ത്ത് ഹൈറ്റ് എന്നാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഇത് ആദ്യം കേൾക്കുന്ന കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല. ഈ നീളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വട്ടത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ചതുരത്തിൻ്റെ ഓക്കെ, ചതുരത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് നീളം വീതി നമ്മൾ പറയുന്നു. എന്നാൽ ഈ വട്ടത്തിൻ്റെ കാര്യം പറയണോ? വട്ടത്തിൻ്റെ നീളം എന്താ? വട്ടത്തിൻ്റെ നീളം എന്താണേ? അപ്പം ശരിക്കും ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതാവണ്ടേ? ചതുരത്തിൻ്റെ നീളം പറഞ്ഞാൽ ചതുരത്തിൻ്റെ ചുറ്റളവാ. അവിടെ ആ നീളം എന്നുള്ള വാക്കൊന്ന് എടുത്ത് കളഞ്ഞോ. അപ്പം ഇപ്പോൾ നമ്മൾ വിഡ്ത്ത് എന്നാക്കി. വിഡ്ത്ത് ഹൈറ്റ് കുട്ടിയെ സംബന്ധിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇവിടെ ഇതെല്ലാം ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളാ. 128 ചുറ്റളവ് വരിക. നീളവും വീതിയും കൂട്ടിയതിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ പകുതി നീളം കൂട്ടം വീതിയാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് 128 എന്താ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളാ. പക്ഷെ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളാണെങ്കിലും ഏരിയ മാറ്റം വന്നു, പരപ്പളവ് മാറ്റം വന്നു. പരപ്പളവ് ഏറ്റവും കൂടുക. നീളവും വീതിയും തമ്മിൽ അകലം കുറയുമ്പോഴാണ് പരപ്പളവ് കൂടുക. അതാണ് സ്ക്വയർ. സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ നീളവും വീതി തമ്മിലുള്ള പരമാവധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നീളവും വീതി തമ്മിൽ എന്താ മാറ്റം? 0 ആണ് മാറ്റം. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. അപ്പൊ ഇതിൽ ഇങ്ങനെ വരണത് കേട്ടാ, ഇങ്ങനെ വരണത് ഇപ്പൊ ഒപ്പാന്ന് തോന്നണ സാധനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് എന്താ അല്ലാതെ എല്ലായിടത്തും എന്നല്ല, വളരെ കൃത്യമായിട്ട് അതിൻ്റെ സന്ദർഭം നോക്കിയിട്ട് നമ്മൾ അത് മുമ്പിൽ പഠിക്കണം. ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എന്താ പലപ്പോഴും ആൾക്കാർക്ക് പറയുമ്പോൾ, ഇപ്പൊ ഈ ഷേപ്പ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാര് ഇത് 2 ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും ഇത് രണ്ട് എന്തോ ആണ്
എന്നുള്ള പോലെ രണ്ട് കുടുംബത്തിലെ ആൾക്കാരെ പോലെയാണ്. ഇത് എപ്പോഴാ ഇതെന്താ വെച്ചാൽ ചതുര പറയും, ഇതെന്താ വെച്ചാൽ സമചതുര പറയും. ഇത് രണ്ടും ചതുരങ്ങളിൽ വിശേഷപ്പെട്ടതാണ് സമചതുരം. അങ്ങനെ നമ്മൾ കാണാവൂ. ചതുരങ്ങളിൽ വിശേഷപ്പെട്ട ചതുരാണ് സമചതുരം. അതിപ്പോ ട്രയാങ്കിളിന്റെ കാര്യം വന്നാലും മതി കേട്ടോ. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ മുമ്പൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ടാവും വാക്കെന്ന് എനിക്ക് അറിയില്ല. സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാങ്കിൾ. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരിക്കുക ഇതൊക്കെ ഈ ഗ്രീക്ക് വാക്കുകളാണെന്നാണ് തോന്നുന്നത്, മുഴുവൻ ഇംഗ്ലീഷല്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ അർത്ഥം നോക്കിയ രസമാണ്. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ത്രികോണത്തിന് എത്ര കാലാ നമുക്ക് കണ്ടോ? ത്രികോണത്തിന് 3 കാലാ. നമ്മൾ നമ്മുടെ ജന്മം കൊണ്ടൊക്കെ ചിലപ്പോൾ പ്രയാസപ്പെടുന്ന ചില ആൾക്കാർ, മുടന്തുള്ള ആളുകളുണ്ട്. ആരെയാ നമ്മൾ മുടന്തന്മാരെന്ന് പറയുക? എന്തായി മുടന്ത പറഞ്ഞ? 2 കാലും ഒരേ നീളാവില്ല. 2 കാലും ഒരേ നീളാവില്ല. അങ്ങനത്തെ ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു കാല് ഇത്ര ഉണ്ടാവും, ഒരു കാല് ഇത്രയേ ഉള്ളൂ. ഇവർക്ക് നടക്കാൻ പ്രയാസമാവും. ഇതിന് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ വാക്ക് സ്കെലൈൻ എന്നാണ്, SCALANE. അത് ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാക്ക് കിട്ടുന്ന മലയാളം വാക്ക് മുടന്തതാ. അപ്പോൾ ഇത് മുടന്തന്മാരാ, ഇത് മുടന്തില്ലാത്തവർ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിനെ നമ്മൾ രണ്ടാക്കിയിട്ടേ തിരിക്കണ്ടോ. നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുട്ടികളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരും ഈ 2 വിഭാഗം മതി. പിന്നെ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ചതുരങ്ങളിൽ വിശേഷപ്പെട്ട ചതുരം ആണ് സമചതുരം എന്ന് പറഞ്ഞ പോലെ, സമപാർശ്വ ത്രികോണങ്ങളിൽ വിശേഷപ്പെട്ട സമപാർശ്വ ത്രികോണമാണ് നമ്മൾ പറയുന്ന സമഭുജ ത്രികോണം, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അങ്ങനെ കാണുക നല്ലത്. അപ്പൊ ഇതും ഐസോസിലസാ. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? 2 സൈഡുകളുടെയെങ്കിലും നീളം തുല്യാവണം. 3 സൈഡും തുല്യ വെച്ച കേമായി. അതാണ് ഐസോസിലസ്. 2 എങ്കിലും. അപ്പൊ നമ്മൾ ഈ ഡിഫൈൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കും. അപ്പൊ മട്ടത്രികോണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ത്രികോണത്തിന്റെ ഒരു കോൺ മട്ടകോണാണെങ്കിൽ അത് മട്ടത്രികോണാണ്. അല്ല, ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഏതെങ്കിലും ത്രികോണത്തിന് 2 കോണും മട്ടകോണും ഉണ്ടാവുമോ? ആകെ 3 കൂടി 150 അല്ലേ ഉള്ളൂ. 1 മട്ടകോണുണ്ടായി, 2 മട്ടകോണുണ്ടായ മൂന്നാമത്തേനെ അളവയുടെ. അപ്പൊ ശരിക്കും ഒരു കോണെന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ. നമ്മൾ ആരെങ്കിലും പറയുമോ? അപ്പൊ മട്ടത്രികോണം എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? മട്ടകോണുള്ള ത്രികോണം മട്ടത്രികോണം. ഇല്ലെങ്കിൽ ഈ ഡെഫിനിഷനൊന്നും വലിയ കാര്യമില്ല. വെറുതെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടൊന്നും മാത്തമാറ്റിക്സ് കൊണ്ടുപോയിട്ട് കുഴപ്പമാക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ബൃഹത് ത്രികോണം എന്ന് പറയൂല്ലേ, ഒബ്റ്റ്യൂസ് ആംഗിളുള്ള ട്രയാങ്കിൾ, അതിന് ഇത്രേ വേണ്ടു. ബൃഹത് കോണുള്ള ത്രികോണം ബൃഹത് ത്രികോണം. ഇതിനപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചില ത്രികോണങ്ങളിൽ 3 അക്യൂട്ടാവും ആംഗിള്, ന്യൂനത്രികോണം. അപ്പം എന്തേ അതിനെന്ത് പറയാം? ന്യൂനകോണുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ന്യൂനത്രികോണം. അതിൽ ന്യൂനകോണുകളെ ഉണ്ടാവുള്ളൂ, മട്ടകോണും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ കോണുകളുടെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ത്രികോണങ്ങളെ 3 ആക്കാം. മട്ടത്രികോണം, പിന്നെ ഒന്ന് ബൃഹത് ത്രികോണം, പിന്നെ ന്യൂനത്രികോണം. വശങ്ങളുടെ കാര്യത്തിൽ അത് നേരത്തെ പറഞ്ഞു കേട്ടോ, 2 ആക്കിയാൽ മതി. ഒന്ന് മുടന്തില്ലാത്തവർ, ഒന്ന് മുടന്തുള്ളവർ. ഈ മുടന്തുള്ളവർക്ക് 2 കാലെങ്കിലും നീളം ഒപ്പാവണ്ടേ, എന്നാലല്ലേ നടക്കാൻ പറ്റൂ. അപ്പം ഈ 3 സൈഡും വ്യത്യാസമാവും. അവരുടെ 3 കാലും നീളം മാറ്റാം. അപ്പോൾ അവരൊരു വിഭാഗവും മുടന്തില്ലാത്തവർ ഒരു വിഭാഗവും. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണക്ക് അത് അതിലെ കാര്യങ്ങൾ പഠിക്കല്ലേ വേണ്ടത്. അപ്പോൾ കുറച്ച് നേരം നമ്മളിപ്പോൾ ജോമെട്രിയാണ് പറഞ്ഞു, ഇനി നമുക്ക് സംഖ്യകളിലേക്ക് തന്നെ വരാം.
സംഖ്യകളിൽ ഈ അടുത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ ഒറ്റസംഖ്യകളെ ഇരട്ടസംഖ്യകളെന്ന് പറഞ്ഞ് എണ്ണസംഖ്യകളെ നമ്മൾ തിരിച്ചല്ലോ. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ അഭാജ്യസംഖ്യകൾ അല്ലേ, പ്രൈം നമ്പേഴ്സ്, അഭാജ്യസംഖ്യകളെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? എണ്ണൽ സംഖ്യകളാട്ടോ അതൊക്കെ. അതിൽ 2 ഫാക്ടറികൾ വയ്ക്കുക, അതാണ് അഭാജ്യസംഖ്യകൾ. 2 ഫാക്ടറിയേ ഉള്ളൂ. പെട്ടതാണ് ഈ 2, 3, 5, 7, 11, 13 അല്ലേ, 17, 19, 23 ഇങ്ങനെ പോണ നമ്പറുകൾ, 29, ഇതിനൊക്കെ 2 ഫാക്ടറിയേ ഉള്ളൂ. ഇതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. 2-ലധികം ഫാക്ടേഴ്സ് ഉള്ള നമ്പറോ? 2-ലധികം ഫാക്ടേഴ്സ് ഉള്ള നമ്പറുകളാണ് 4, 6, 8, 9, 10, 12, 14, 15, 16, 18 അല്ലേ, 20, 21. ഇതൊക്കെ 2-ലധികം ഫാക്ടേഴ്സ് ഉള്ള. ഇത് മറ്റൊരു വിഭാഗം. ഇനി ഒരു വിദ്വാന് ഒരു ഫാക്ടറിയേ ഉള്ളൂ. ആരാ? 1. 1-ന് ഒരു ഫാക്ടറിയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും എണ്ണസംഖ്യ നമ്മൾ 3 ആക്കി. 2 ഫാക്ടേഴ്സ് ഉള്ള പ്രൈം നമ്പേഴ്സ്, 2-ലധികമുള്ള ഭാജ്യസംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ്, 2 കുറവ് ഫാക്ടറുള്ള ഒരാളേ ഉള്ളൂ, അത് 1. ഇത് നമുക്ക് കുറേ കാര്യത്തിൽ പ്രയോജനപ്പെടുന്ന സാധനമാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ആവശ്യം വരും. അതിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഫാക്ടർ എന്നുള്ള വാക്ക് പറഞ്ഞല്ലോ. ഫാക്ടറിൻ്റെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു വാക്കാണ് മൾട്ടിപ്പിൾ, ഗുണിതങ്ങൾ. എന്താ നമുക്കറിയാം. ഇതിനെ ഇപ്പോൾ 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനൊക്കെ നമ്മളെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട്. ഇത് 2 ആവും, ഇത് 4 ആവും, ഇത് 6 ആവും, ഇത് 8 ആവും അല്ലേ, ഇത് 10 ആവും, ഇത് 12 ആവും, ഇത് 14 ആവും, ഇത് 16 ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഈവൻ നമ്പേഴ്സ്. ഇതെല്ലാം 2-ൻ്റെ മൾട്ടിപ്പിൾസാണ്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെയൊക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി ഇത് എല്ലാ നാച്ചുറൽ നമ്പറേയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? 3, 2, 3, 6, 3, 3, 9, 4, 3, 12, 5, 3, 15, 6, 3, 18, 7, 3, 21, 8, 3, 24. ഇതെല്ലാം 3-ൻ്റെ ഫാക്ടേഴ്സ്. 4-ൻ്റെ ഫാക്ടേഴ്സും 5-ൻ്റെ ഫാക്ടേഴ്സും ഒക്കെ നമുക്ക് ഇതുപോലെ എഴുതാം. ഈ നാച്ചുറൽ നമ്പേഴ്സിനെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സാധനം വരുന്നത്, മൾട്ടിപ്പിൾസ് വരുന്നത്. ഇതെല്ലാം മൾട്ടിപ്പിൾസാണ്. ഇത് 2-ൻ്റെ മൾട്ടിപ്പിൾസ്, ഇത് 3-ൻ്റെ മൾട്ടിപ്പിൾസ്, ഗുണിതങ്ങൾ, 2-ൻ്റെ ഗുണിതങ്ങൾ, 3-ൻ്റെ ഗുണിതങ്ങൾ, അങ്ങനെ വരും. ഫാക്ടർ എന്താ? ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ മൾട്ടിപ്പിൾസ് എത്ര എണ്ണാമെന്നും പറയാൻ പറ്റില്ല. ഇപ്പം 3-ന് എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്? 3-ന് എത്രേ മൾട്ടിപ്പിൾസ് ഉണ്ട്, എത്ര എണ്ണമെന്നൊന്നും അറിയില്ല. അത് നമുക്ക് എണ്ണിയെടുക്കാനൊന്നും കഴിയില്ല. എന്നാൽ ഫാക്ടേഴ്സ് എണ്ണിയെടുക്കാൻ പറ്റും. ഫാക്ടേഴ്സ് ഏത് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എണ്ണിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എത്ര വലിയ നമ്പറാണെങ്കിലും അതിൻ്റെ ഫാക്ടേഴ്സിനെ എണ്ണിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 100 എന്നുള്ളൊരു നമ്പറുണ്ട്. ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതാ? ഫാക്ടേഴ്സ് എഴുതാൻ 100 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടുക. 250 മറ്റൊരു സെറ്റ്, 425 മറ്റൊരു സെറ്റ്, 520 മറ്റൊരു സെറ്റ്. ഇനി സെറ്റില്ലാതെ നിൽക്കണു 10 ആണ് 100. അപ്പോൾ 10 ഒറ്റയ്ക്ക് കിട്ടും. ഇത്രയും അപ്പോൾ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ഫാക്ടർ ഉണ്ട്. ലിമിറ്റഡാ. ഫാക്ടേഴ്സ് പറഞ്ഞാൽ ലിമിറ്റഡായ എണ്ണമാണ്. ഇതെല്ലാം 100-ൻ്റെ ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ എല്ലാം മൾട്ടിപ്പിളാവും 100. 1-ൻ്റെ മൾട്ടിപ്പിളാണ്, 100-ൻ്റെ മൾട്ടിപ്പിളാണ്, 2-ൻ്റെ, 50-ൻ്റെ, 4-ൻ്റെ, 25-ൻ്റെ, ഇതെല്ലാം ഇതിൻ്റെ എല്ലാം മൾട്ടിപ്പിളായിട്ടാണ് 100 വെക്കുന്നത്. ഇതിന് വേറെ മൾട്ടിപ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 4-ന് 100 മാത്രമല്ല മൾട്ടിപ്പിൾ ഉള്ളൂ, 100ഉം മൾട്ടിപ്പിളാണ്. ആ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം നമുക്ക്
ലിമിറ്റഡ് അല്ല, അത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഫാക്ടേഴ്സ് പക്ഷേ ലിമിറ്റഡ് എണ്ണാണ് ഓരോ നമ്പറിനും ഉണ്ടാവുക. ഇനി ഇവിടെ തന്നെ എന്താ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഒരു വലിയൊരു നമ്പർ ഞാൻ എഴുതുക കേട്ടോ, വായിക്കൊന്നും വേണ്ട, വലിയൊരു നമ്പർ എഴുതുകയാണ്. വലിയൊരു നമ്പറാണ്, വായിക്കൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്നത് ഇത് 9ന്റെ മൾട്ടിപ്പിളാണോ ആ ചോദ്യം. അങ്ങനെ കുറച്ച് കുഴപ്പമല്ലേ? അപ്പോൾ നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ ആവണം വെച്ചാൽ എന്ത് വേണം? അതിനെ 9 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റണം, ശിഷ്ടം 0 ആവണം. ഇതിനെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ് നോക്കാൻ എന്താ ചെയ്യുക? ഇങ്ങനെ ഹരിച്ചു നോക്കൊന്നും വേണ്ട, ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. ഇതിൽ 9കൾ കട്ട് ചെയ്ത് കളയുക. 9കൾ കട്ട് ചെയ്യുക പറഞ്ഞാൽ 9 ഉണ്ടാക്കി കട്ട് ചെയ്യുക കേട്ടോ. ഒരു തലയ്ക്കുന്ന് തുടങ്ങാം. 7ഉം 2ഉം 9. 9 ഉണ്ടാക്കുക ചെയ്ത്. 5ഉം 4ഉം 9. ഒറ്റയ്ക്കൊരു 9. ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് 0 പോട്ടെ. ഇത് 2 കൂടി 9. ഇത് 2 9. ഇത് 2 ചേർന്നാൽ 9. അപ്പൊ ഇനിന്താ ബാക്കി? 0 6. 0 പോട്ടെ, 6 ബാക്കി. എന്താ രസം അറിയോ? ഈ വലിയ നമ്പറിനെ, ഇത്രയും വലിയ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം കിട്ടാറ. ഒരു ടെക്നിക്കാത്. 9കളൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മുടെ കൊല്ലം ഏതാ? 2026. ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ വരിക? ഇവിടെ നമുക്ക് 9കൾ കാണാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിലെ ഓരോ ഡിജിറ്റ്സോട് ആഡ് ചെയ്യുക. 2 4 6 എത്ര കിട്ടുക? 10. ഇതിലെ ഡിജിറ്റ്സും ആഡ് ചെയ്യുക. അപ്പം എത്ര കിട്ടുക? 1. 2026നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആവും റിമൈൻഡർ. ഹരിച്ചു പോയിക്കോളൂ. എന്നാൽ 2025 2025നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താ റിമൈൻഡർ? അവിടെ കറക്റ്റ് ആട്ടോ, 2 4 9 കറക്റ്റ് 9. 2025 9ന്റെ മൾട്ടിപ്പിൾ ആവും. 0 ഉള്ളൂ. ഇവിടെ എന്താ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം റിമൈൻഡർ വരെ 8. എല്ലാധികം വരില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനെ പറയുക, ഇപ്പോൾ 2026ന്റെ ഇപ്പം ഈ 1 എന്നുള്ളത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കിയതാണല്ലോ. ഡിജിറ്റൽ റൂട്ട് എന്ന് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് പറയാം. ഡിജിറ്റൽ റൂട്ടാണ്. ആ ഡിജിറ്റൽ റൂട്ടാണ് റിമൈൻഡർ വരിക. നമുക്ക് പലപ്പോഴും ആവശ്യം വരും ചിലപ്പോൾ 3ന്റെ മൾട്ടിപ്പിളാണോ നോക്കാൻ. 3ന്റെ മൾട്ടിപ്പിളാണോ നോക്കാൻ കഴിഞ്ഞാൽ ആ നമ്പേഴ്സാണ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എന്താ 7512 ഇത് 3ന്റെ മൾട്ടിപ്പിളാണോ? ഇത് ആഡ് ചെയ്യുക. 7 12 13 15 15 3ന്റെ മൾട്ടിപ്പിളാണോ? ആണല്ലോ. അപ്പോൾ ഇതും 3ന്റെ മൾട്ടിപ്പിളാവും. 4ന്റെ മൾട്ടിപ്പിളോ? ഇത് 4ന്റെ മൾട്ടിപ്പിളാണോ? ഈ സാധനം 4ന്റെ മൾട്ടിപ്പിളാണോ? ഇത് 2ന്റെ മൾട്ടിപ്പിളാന്ന് അറിയാൻ ഇവിടെ അറ്റത്തേക്ക് നോക്കിയാൽ മതി. ഇരട്ട സംഖ്യയാണെങ്കിൽ 2ന്റെ മൾട്ടിപ്പിളാവും. ഇത് 4ന്റെ ആണോ നോക്കാൻ 2 നോക്കണം. അറ്റത്തെ 2 നോക്കുക. 12 അത് 4ന്റെ മൾട്ടിപ്പിളാണോ? ആണ്. അപ്പോൾ ഇത് മൊത്തം 4ന്റെ മൾട്ടിപ്പിളാണ്. ഇനി 8ന്റെ മൾട്ടിപ്പിളാണെന്ന് വെച്ചാൽ ആദ്യത്തെ 3 നോക്കണം. കുറച്ച് പ്രശ്നം അല്ലേ? 512 8ന്റെ മൾട്ടിപ്പിളാണ് നോക്കണം. നോക്കി നോക്കുക. ആണെന്നാക്കി തോന്നുന്നത്. 64 × 8. അതെ. അപ്പം ഇത് 8ന്റെ മൾട്ടിപ്പിളാണ്. ഇങ്ങനെയൊക്കെ നോക്കാനുള്ള ചില സൂത്രങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു വെച്ചാൽ കണക്ക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സ്പീഡും കിട്ടും, രസമാണ്. മൾട്ടിപ്പിൾസിൻ്റെ കാര്യം പിന്നെ നമ്മളെപ്പോഴും ആലോചിക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിൽ ഗസിങ് പ്രധാന. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അച്ഛന് 50 വയസ്സാ, മകന് 18 വയസ്സാ.
കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മകൻ്റെ ഇരട്ടി വയസ്സാണ് അച്ഛൻ. എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര കാലം കഴിഞ്ഞാലാ, എത്ര കൊല്ലം കഴിഞ്ഞാലാ? അവിടെ നമ്മൾ നോക്കണ്ടേ. ഇപ്പൊ ഇവര് തമ്മിലുള്ള വയസ്സ് എത്രയാ മാറ്റം? 32 വയസ്സ് മാറ്റമുണ്ട്. അത് എല്ലാ കൊല്ലം, അടുത്ത കൊല്ലവും 32, രണ്ടാൾക്കും കൂടുതൽ ഓരോ വയസ്സ്. അപ്പോഴും 32 മാറ്റം ഉണ്ടാവും. അച്ഛനും മകനും തമ്മിലുള്ള വയസ്സിന്റെ മാറ്റം ഇപ്പം 32. ഇത് എപ്പോഴാണ് ഇരട്ടിയാവുക എന്നാ? ആ ഇരട്ടിയാവണത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ചിലപ്പോൾ ഈ ഗൈഡുകളൊക്കെ ചില ഫോമിലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും വേണ്ട. നമ്മളവിടെ ഗസ് ചെയ്യുക. ഒരു ഗസ്സിങ് വെറുതെ നോക്കുക. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇയാൾക്ക് 60 അച്ഛന് 60 ഇയാൾക്ക് 28 ഇരട്ടിയല്ല. അപ്പൊ നോക്കുക, അടുത്തൊരു ചാൻസുകളിലേക്ക് ഇങ്ങനെ പോവുക. ഒരു 62 നോക്കി നോക്കുക. അത്ര പ്രശ്നമൊന്നും വരില്ല കേട്ടോ. എത്ര വയസ്സാ ഇവര് തമ്മിൽ മാറ്റം എപ്പോഴും 32 വയസ്സിന്റെ മാറ്റം വരണം. സംഗതി ശരിയായോ? ഇരട്ടിയാണോ? അടുത്തെത്തിയ പോലെ അല്ലേ? അടുത്തെത്തിയ പോലെ, ഇരട്ടിയല്ല. 30ന്റെ 62 ഇരട്ടിയല്ല, അടുത്തെത്തിയ പോലെ. അത് കുറച്ചും കൂടി കൂട്ടി വെക്കുക. 64, 32 വയസ്സ് മാറ്റം. ഇവിടെ 2 കൊല്ലം കഴിഞ്ഞു. ആ കറക്റ്റ്, 32, 64. ഇത് ഫോമിലൊന്നും വെച്ച് ചെയ്യേണ്ട യാതൊരു പ്രശ്നമില്ല. ഇത് കുറച്ച് ഒന്നിങ്ങനെ ഒരു ട്രയൽ ആൻഡ് എററിൽ നോക്കിയിട്ട് നമ്മൾ ഇത്തരം കണക്കുകളുടെയൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് നമുക്ക് മെച്ചം. ഇവിടെ തന്നെ നിങ്ങളോട് ചിലപ്പോൾ ഈ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അതൊരു ഇൻഫോർമേഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണത് നല്ലതാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ റോമൻ സമ്പ്രദായം. ഈ റോമൻ സമ്പ്രദായത്തിൽ ഓരോ നമ്പറുകൾ. ഇപ്പോൾ 2026 എങ്ങനെ നമ്മൾ റോമനിൽ എഴുതുക? 2026, 1000, 2000 ആയി. 2026 എവിടെ? 10, 20, 6, 2026 ആയി. കുഴപ്പമായിട്ടോ? ഇങ്ങനെയൊക്കെ എഴുതാൻ തുടങ്ങിയാൽ കുഴപ്പമാവും. ഈ കുഴപ്പമാവുടനെ റോമൻ സമ്പ്രദായമൊക്കെ മാറ്റി പുതിയ സമ്പ്രദായം ഉണ്ടാക്കിയത്. പണ്ട് ഓരോ സമ്പ്രദായമായിരുന്നു ഓരോ നാട്ടിലേ. ചിലരോരോ ചിത്രം വരയ്ക്കുക, അടയാളം വെച്ച്. ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്. എന്താ എവിടെ ഇതിപ്പോൾ ബാബിലോണിയ, എവിടെ ഈജിപ്റ്റോ എവിടെയാണ്? ഒരു 10 ലക്ഷം എങ്ങനെ എഴുതുക? നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോണ്ടല്ലോ, ഔട്ടായാൽ ഹായ് എന്ന് പറഞ്ഞിട്ടൊരു കയ്യോദിക്കലുണ്ടല്ലോ. അങ്ങനെ ഒരു ചിത്രം വരച്ചാലും അത്ര 10 ലക്ഷം. ഈ ചിത്രം വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ നാട്ടിലുണ്ടാവില്ല. അവരെന്ത് ചെയ്യുക പിന്നെ സംഖ്യകൾ എഴുതാൻ? അങ്ങനെയാണ് ഇപ്പോൾ പുതിയ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പ്രദായം ഉണ്ടായത്. ഈ റോമനിലുള്ള വലിയ പ്രശ്നം എന്തുണ്ടായി? റോമനിൽ ഇപ്പോൾ അവർ എങ്ങനെ എഴുതിയത്? അവർ നല്ല രസമാട്ടോ. അവർ ഇപ്പോൾ നമ്മൾ എഴുതുന്നുണ്ട് സ്കൂളിലൊക്കെ. അതാ എഴുതുക 1, 1 തന്നെ ഉള്ളൂ. 1, 2 പറഞ്ഞ അങ്ങനെ 3, 3, 4, 4 ഇങ്ങനെയാണോ അവരെഴുതുക? 4 ഇങ്ങനെയാണോ എഴുതുക? 1 ഇങ്ങനെയാണ്, 2 ഇങ്ങനെയാണ്, 3 ഇങ്ങനെയാണ്, 4 ഇങ്ങനെയാണോ എഴുതുക? എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ തോന്നിയോ? കൺഫ്യൂഷൻ തോന്നിയില്ല വെച്ചാൽ പഠിക്കാനുള്ള ആഗ്രഹം കഴിഞ്ഞു. കൺഫ്യൂഷൻ വന്നുകൊണ്ടേയിരിക്കണം, അത് തീർക്കുക. അതാണ് പഠിപ്പ്. സിനിമയിലെ പറഞ്ഞ പോലെയല്ല, കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ളത്. അതാ പഠിപ്പ്. അപ്പം എന്താ ഈ 4 ഇങ്ങനെ എഴുതാത്തവർ? അത് നോക്കി വായിച്ചു പോകുമ്പോഴാണ് രസം. അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത്രേ. ഒരു സംഖ്യയിൽ ഏതെങ്കിലും ഒരു അക്കം 3 തവണയിലധികം ഉണ്ടാവരുത് എന്നാൽ ദൈവം കോപിക്കുന്ന വിശ്വാസ. അങ്ങനെയാണ് ഇവർ 4. അപ്പോൾ 1 ഇങ്ങനെ എഴുതി, 2 ഇങ്ങനെ എഴുതി, 3 ഇങ്ങനെ എഴുതി. ആ 4 ഇപ്പം എന്താ ചെയ്യുക? അവരിങ്ങനെ അന്തം വിട്ടിരുന്നു. അപ്പം 4 തൽക്കാലം അവർ എഴുതിയില്ല. 5 5 കാരണം 5 വരാടാൻ പറ്റില്ല. 5 എന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു അടയാളം? ഇതുണ്ടോ? ഇവിടെ ഇങ്ങനെ തള്ളവരിലും കൂടിയുള്ള ഒരു അടയാളം. ഇത് കണ്ടിട്ടാണ് ഇവര് 5 ഇങ്ങനെ എഴുതിയത്. 5
അപ്പോൾ ഒരു വിദ്വാൻ എന്ത് ചെയ്തു, കണക്ക് അങ്ങനെയാണല്ലോ. കണക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കണക്കൊക്കെ ഓരോ അധ്യായത്തിനും ഇന്നത് സയൻസൊക്കെ പഠിക്കുമ്പോൾ കാണാം, ഇത് ഇന്നാൾ കണ്ടുപിടിച്ചു. കണക്ക് ഇന്നാൾ കണ്ടുപിടിച്ചു പറഞ്ഞിട്ട് എത്ര കണക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹയർ ലെവൽ മാത്തമാറ്റിക്സ് ഒക്കെ അങ്ങനെ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന കണക്ക് ആരും കണ്ടുപിടിച്ചാ, എല്ലാവരും കൂടി കണ്ടുപിടിച്ചാ, അതിന് നേരാവകാശികളൊന്നുമില്ല. അപ്പൊ ഇവിടെ 5 ഇങ്ങനെ എഴുതിയപ്പോൾ ഒരു വിദ്വാൻ എന്ത് പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, 4 എന്ത് ചെയ്യാം, 5 ഇങ്ങനെ എഴുതുക, എന്നിട്ടൊരു പിന്നില് ഒരു വരടുക, പിന്നില്, അപ്പൊ 4 അതേ വിദ്വാൻ എന്ത് പറഞ്ഞു, 5 ഇങ്ങനെ എഴുതി 6 ഇങ്ങനെ എഴുതാലോ, മുമ്പിൽ വരട്ട 6, പിന്നിൽ വരട്ട 4. ഇതാണ് 5ഉം 6ഉം ഒക്കെ. അപ്പോഴും അതെ, 6 കഴിഞ്ഞ് 7ലേക്ക് പോയി, ഓക്കെ, പ്രശ്നമില്ല. 8ലേക്ക് പോയി, പ്രശ്നമില്ല. 9ലേക്ക് പോയപ്പോൾ വീണ്ടും പ്രശ്നമായല്ലോ. ഒരു സംഖ്യയിൽ 4 വര, ഒരു സംഖ്യയിൽ 3 അക്കത്തിലധികം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ 9 പ്രശ്നമായി. അപ്പോൾ അവർ 9 വിട്ടു. അപ്പോൾ ഒരു 10 ഉണ്ടാക്കി. എങ്ങനെ ഒരു 10 ഉണ്ടാക്കി? അത് ഭയങ്കര ഭാഷയെ നമ്മൾ എഴുതണമല്ല. 5, ഇത് 5, ഈ 5 ഒരു 5 പിടിപ്പിച്ചു. അതാ സാധനം. നമ്മളിങ്ങനെ ഇടുന്നേ ഉള്ളൂ. 5 5 പിടിപ്പിക്കുക ചെയ്ത്. അപ്പോ 10ആയി. 10ആയപ്പോൾ നേരത്തെ പോലെ എന്ത് ചെയ്തു, എന്നാ 10ന്റെ പിന്നിൽ ഒന്നിട്ടാ 9, 10ന്റെ മുമ്പിൽ ഒന്നിട്ടാ 11. ഇങ്ങനെ സാധനം പോണം. അങ്ങനെ അവര് ഓരോ ഘട്ടത്തില് 100, അവര് 100 ഇതാണ് അവര് 100. ചിലപ്പോൾ സെഞ്ചുറി എന്നുള്ള വാക്കായിട്ട് ഇതുണ്ട് കേട്ടോ, അക്ഷരാണ്, സി ആണ്. അവര് 50 ഏതാ, 50 എന്തായി, ഇത് 100 എഴുതിയിട്ട് പകുതിയായിട്ട് വാങ്ങിച്ചു. 100ന്റെ പകുതിയാണല്ലോ 50. 50 ഇതാ 50, ഇതാ 50 അവര് ഇങ്ങനെ ഇവര് പോയി. ഇതാണ് 500. ഇതൊക്കെ ഓരോ ഘട്ടത്തിൽ വേണ്ടി വന്നതാ. 500 ഇങ്ങനെ ഉണ്ടാക്കണം, 1000. ഇതൊക്കെ എന്താണ്, ഈ വിശ്വാസം മാത്രമല്ല, റോമനില് ഒരു പ്രധാനപ്പെട്ട അക്കല്ല. ഏതാക്കം? പൂജ്യമില്ല. അന്നൊന്നും പൂജ്യമില്ല. ഈ പൂജ്യം എന്നുള്ള ഒരു സങ്കല്പം വന്നതിന് ശേഷമാണ്, അങ്ങനെ ഒരു നമ്പർ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ ലോകം രക്ഷപ്പെട്ട്, കണക്ക് രക്ഷപ്പെട്ട്. റോമനിൽ പൂജ്യമില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇതൊന്നും ആരും സ്വീകരിക്കില്ല. കാരണം ഇവരെ സംഖ്യകളൊക്കെ വലുതായി പോയി കഴിഞ്ഞാൽ ഈ നിയമം നിൽക്കുമ്പോൾ എങ്ങനെയാ, എത്ര അധികം ഓർമ്മിക്കേണ്ടി വരും. ഇന്ന് കണക്കിന് എന്താ, ആകെ 10 അക്ഷരങ്ങളുള്ള ഭാഷയാ കണക്ക് കേട്ടാ. 10 അക്ഷരേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ, സംസാരിക്കുന്ന ഭാഷ ഏതാ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്നല്ല, എനിക്കൊരു ഇഷ്ടം കണക്കാ. 10 അക്ഷര. അതിനോരോ അടയാളമുണ്ട് ഇല്ലേ. ചില അടയാളത്തിനെ കണ്ടിട്ട് കവിതയൊക്കെ എഴുതിയ ആൾക്കാർ ഇല്ലേ, നമ്മളെ മാഷൊക്കെ, കുഞ്ഞിൻ്റെ മാഷൊക്കെ. ഒന്നൊന്ന് എങ്ങനെ എഴുതാം, ഒന്നൊന്ന് ഇങ്ങനെ എഴുതാം. എന്താ, വളവും വേണ്ട, ചെരുവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര, ചെറിയ വര വേണം. ഒന്നായി, നന്നായി, ഒന്നായി. പലതും കണ്ടുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഭാഷ എഴുതിയിരുന്നു കേട്ടാ. നമ്മളൊക്കെ ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, അത് കണ്ടുകൊണ്ടല്ലേ. അതിൽ വലിയ അർത്ഥമുണ്ട്. അപ്പോൾ 1 എന്നുള്ളതിന് ഒരു ഒരു അടയാളമാണ്. അതേപോലെ എന്താ ഇത് കണ്ട, ഇതിപ്പോൾ ആരാന്ന് പറയും അല്ലേ, ഒരു ഒറ്റക്കാലുള്ള കസേര അല്ലേ. അങ്ങനെയും കാണാലോ. നാലാന്നറിയാത്ത ഒരു കുഞ്ഞു കുട്ടിക്ക് ഇതൊരു ഒറ്റക്കാലുള്ള കസേര തോന്നിക്കൂടെ. മുത്തശ്ശൻ്റെ ഊന്നുവടി അല്ലേ, എന്താ ഓരോ ആകൃതി. ഇങ്ങനെയുള്ള 10 അപ്പോൾ നമ്മുടെ ഇതിലുള്ളത്. ഈ 10 ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സംഖ്യകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആൾക്കാർക്ക് എളുപ്പമായി, കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. അതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ അവിടെ നമ്മൾ സംഖ്യകളെ ഒക്കെ നന്നായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഇതിൽ വരണ ഒരു അപകടം പിടിച്ച സംഖ്യകളാണ് ഒരു ഘട്ടത്തിൽ ആവശ്യം വന്നു. മനുഷ്യന് ആവശ്യം വന്നാൽ പിന്നെ ഉണ്ടാക്കുക, അപകടം ഉണ്ടാകുന്ന നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകൾ പൊതുവേ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ഭിന്നസംഖ്യകൾ നമുക്ക് ഒന്ന് സിമ്പിളായിട്ട് നമ്മൾക്ക് കണ്ടാൽ മതി. കുറച്ച് എന്താണ്, ഇപ്പോൾ ഞാൻ ചില ഭിന്നസംഖ്യകൾ എഴുതിയാലാണ്. ഇപ്പോൾ ഈ 1/2 ഇതിനൊക്കെ ചെറുതല്ലേ, 1/3 ആണല്ലോ, ചെറുതാ, നമുക്കറിയാം. അപ്പോൾ ഞാൻ ചോദിക്കണമല്ലോ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വേറെ സംഖ്യകൾ ഉണ്ടാവുമോ? 1/2 1/3 ഇടയിൽ
പലരും പറയും അയ്യോ ഇനി ഉണ്ടാവുക, അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സംഖ്യ ഉണ്ടാവുക? ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു സംഖ്യ ഞാൻ എഴുതുക, ഒരു സംഖ്യ ഇതിൻ്റെ ഇടയിൽ എഴുതുക. നേരെ നടുക്കിലാവണമെന്നൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ ഇടയിലാവും. എന്താ ഇതിൻ്റെ ഇടയിലാവുക പറഞ്ഞ അർത്ഥം? ഇതാ വലുത്, ഇതിനേക്കാ ചെറുതാവും. ഇതൊന്നും വയ്ക്കുമ്പോൾ ഇതാ ചെറുത്, ഇതിനേക്കാ വലുതാവും ഈ നമ്പർ. ഞാൻ ഒരു പ്രത്യേക സൂത്രത്തിലാണ് എഴുതിയ കേട്ടോ, സൂത്രത്തിലാണ് എഴുതിയേ. ഇതാ 1 1 2 കൂട്ടി, ന്യൂമറേറ്റേഴ്സ് കൂട്ടി, അംശങ്ങൾ കൂട്ടി, ഛേദങ്ങളും കൂട്ടി, 2/5. നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഈ അരാന്ന് പറഞ്ഞാൽ 50% 50% ഇത് 33 1/3% ഇത് 40% ഇടയിലല്ലേ? ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ ഒരു സംഖ്യ എഴുതാൻ വെച്ചാലോ എഴുതാൻ പറ്റും. ഇത് 3 2 5 7 ശരിയാവും കേട്ടോ, ശരിയാവും. ഇതിന്റെ ഇടയിലാവും. ഇനി ഇതിന്റെ ഇടയിൽ സംഖ്യ എഴുതാൻ വെച്ചാലോ 3/8. ഇതാണ് വലുത് കേട്ടോ, ഇതിന് ചെറുതായി വരും കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയിൽ പറയാം 3/7 ചെറുതാ 3/8, 3/7 ചെറുതാ 3/8. ഒരു 3 മീറ്റർ നീളമുള്ള ഒരു സാധനത്തിനെ 7 കഷ്ണമാക്കി, 3 മീറ്റർ നീളമുള്ള സാധനത്തിനെ 8 കഷ്ണമാക്കി. 7 കഷ്ണമാകുമ്പോഴാണ് നീളം കൂടുതലുള്ള കഷ്ണങ്ങൾ കിട്ടുക. ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഇനി ഇതിനിടയിൽ എഴുതാം 4/9, ഇതിനിടയിൽ എഴുതാം 5/12, ഇതിനിടയിൽ എഴുതാം 5/13. രണ്ട് പിന്നെ ഈ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പ്രത്യേകതയിലാണ് എഴുതുമ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾക്കിടയിൽ ഈ വിലകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മളെ അലട്ടുക. ഈ ഭിന്നസംഖ്യകള് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ, ശതമാനമായിട്ട് മാറ്റാനോ ഡെസിമലായിട്ട് മാറ്റാനോ ഒക്കെ നമുക്ക് ഇങ്ങനെ തഞ്ചത്തിനും തരത്തിനും ഇങ്ങനെ പറ്റിയാൽ നമുക്ക് കണക്കിൽ എളുപ്പാക്കാൻ പറ്റും. നമുക്കറിയേണ്ടത് ഇപ്പോൾ കാൽ എന്ന് പറഞ്ഞാൽ 25%, അരാന്ന് പറഞ്ഞാൽ 50%, മുക്കാൽ എന്ന് പറഞ്ഞാൽ 75%. ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള ഭിന്നങ്ങളാ. ഈ കാലിനെ തന്നെ നമുക്ക് ഇപ്പോ തൂക്കവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ 250 ഗ്രാമാണ് തൂക്കം. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പോ 7.5 ഗ്രാം, 7.5 രൂപ, 7.5 സെന്റിമീറ്റർ. ഇതൊക്കെ 7.5. ശരിക്ക് 7.5 എന്ന് പറഞ്ഞാൽ എന്താ? 7,500 ഇവിടെ 7,500. ഉറുപ്പിയും പൈസയും പറഞ്ഞാലോ 7,50. 7.5 സെന്റിമീറ്റർ മില്ലിമീറ്റർ പറഞ്ഞാൽ 7.5 ഒക്കെ 7 ആണ്. ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 7.5 എന്ന് പറയാം, ഒരു കുഴപ്പമില്ല കേട്ടോ. 7.5 സെന്റിമീറ്റർ എന്ന് പറയാം, 7.5 ഉറുപ്പിക പറയാം, 7.5 കിലോ എന്ന് പറയാം. ഇത് കിലോ ആണേ, കിലോഗ്രാം ആണേ, കിലോ എന്ന് പറയാം. 7.5 കിലോ, ഇത് 7.5 ഉറുപ്പിക, ഇത് 7.5 സെന്റിമീറ്റർ. എല്ലാറ്റിനും 7.5 പറ്റും. പക്ഷെ ഡെസിമൽ സാധനം വരുമ്പോൾ 1 7,500, 1 750, 1 7.5. ഇതിനൊക്കെ 500 എന്ന് എഴുതാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയരുത്, അതൊരു സുഖല്യുണ്ട്. 500 ഇങ്ങനെ എഴുതിയാലും ഇതിപ്പോൾ ഇതിന് വില ഇല്ല എന്നൊക്കെ, അത് സുഖല്യ. 7.500 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് സുഖമാണ്? 7.5 സെന്റിമീറ്റർ എന്ന് മതി. 7.500 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ എന്താ രസമുള്ളത്? സംഗതിയൊക്കെ അർത്ഥമൊക്കെ ഒന്ന് തന്നെ, 7.50. പക്ഷെ എല്ലാറ്റിനും ഇങ്ങനെ പറയാം 7.5. അപ്പൊ ഇവിടെ നമുക്ക് ഇത്തരം ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പോ പലരോടും ചോദിക്കുമ്പോൾ വെറുതെ ചോദിക്കലുണ്ട്, ഈ 8ന്റെ 1/4 മടങ്ങ് എത്ര? 8ന്റെ 1/4 മടങ്ങ്, 8ന്റെ 1/4 മടങ്ങ് എത്ര? 8ന്റെ 1/4 മടങ്ങ് പറഞ്ഞ ആൾക്കാർ വരും. 8ന്റെ 1/4 മടങ്ങ് എത്ര?
അപ്പോട്ട് നമ്മൾ പഠിക്കണം 8ന്റെ 2 മടങ്ങ് എത്രയെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. 8ന്റെ 2 മടങ്ങ് എത്രയാ? 16. എന്നാ 8ന്റെ 1/4 മടങ്ങ് എത്ര ചോദിച്ചാലോ? പ്രശ്നമായി. 8ന്റെ 1/4 മടങ്ങ്, 8ന്റെ 1.5 മടങ്ങ്, 8ന്റെ 1.25 മടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം. അതാണ് നമ്മൾ കണക്ക് നന്നാക്കല്. 1.5 മടങ്ങ്, 1.25 മടങ്ങ്. ഇതാ 8ന്റെ 2 മടങ്ങ് 16. അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ. അത് 8ന്റെ 1.25 മടങ്ങ് എന്ന് പറഞ്ഞാൽ 8ന്റെ 1.25 മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് 6ആണ്. അല്ല 6, 8ഉം 6ഉം 14ആണ്. അതിന് 8ന്റെ 1.25 മടങ്ങാ. അപ്പൊ 8ന്റെ 3/4 ഭാഗം എത്ര? 8ന്റെ 3/4 ഭാഗം 6ആണ്. അപ്പൊ 8 കൂടെ 6 ചേർത്തിയാൽ മതി, 14ആയി. 8ന്റെ 1.5 മടങ്ങോ? 8 കൂടെ 4 ചേർത്തിയാൽ മതി, 8ന്റെ പകുതി കൂടി ചേർക്കുക, 12. 8ന്റെ 1.25 മടങ്ങോ? 8 കൂടെ 8ന്റെ 1/4 ഭാഗം ചേർക്കുക, 8ഉം 2ഉം. 8ന്റെ 1/4 ഭാഗം 2ആണ്, 10. അപ്പോൾ 8ന്റെ 1.25 മടങ്ങ് എത്രയും ചോദിച്ചാൽ 10 എന്ന് നമുക്ക് പറയാനാവണം. 10ന്റെ 1.5 മടങ്ങ് എത്ര? 15. 20ന്റെ 1.25 മടങ്ങ് എത്ര? 20ഉം 20ന്റെ 3/4 ഭാഗവും. 20ഉം 15ഉം 35. 20ന്റെ 2 മടങ്ങ് 40. 20ന്റെ 1.25 മടങ്ങ് 35. ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ കണക്ക് നന്നായി വരിക. അതിന് നമുക്ക് പറ്റും. നമ്മളെ കൊണ്ട് പറ്റി തന്നെ ഉള്ളൂ. ഓക്കെ, ശരി.